നമ്മൾ ഇന്ന് ഒരു പ്ലാന്റ് ഷോപ്പിങ്ങിന് പോവാണ്. കുറേ ദിവസമായി നമ്മൾ ചെടികളൊക്കെ വാങ്ങിയിട്ട് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ പ്ലാന്റ്സ് ഒന്നും വാങ്ങിയില്ല. സാധാരണ നമ്മൾ ഞായറാഴ്ചയൊക്കെ പോണ സമയത്ത് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ കോതമംഗലത്ത് നിന്ന് കുറച്ച് നേരുമംഗലമൊക്കെ പോകുന്ന വഴിക്കുള്ള ഒരു ഷോപ്പുണ്ട്. അവിടെ കുറച്ച് വിലക്കുറവിൽ ചെടികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ചെടിക്കടയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഷോപ്പ്. ചെടി വാങ്ങാൻ വരുമ്പോൾ എന്നും കൺഫ്യൂഷനായിട്ടോ. എല്ലാ ചെടിയും കൂടി കാണുമ്പം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായി പോകും നമുക്ക്. പക്ഷെ നമ്മൾ ഇന്ന് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് മാത്രം വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് വന്നിട്ടുള്ളത്. എന്നാലും നമുക്ക് നോക്കാം ഏത് ചെടി എവിടെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് എടുക്കാം. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഇത് സ്ട്രൊമാന്തേ ട്രയോസ്റ്റാർ തങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ചെടി നമുക്ക് ഒരെണ്ണം എടുക്കാം. നല്ല ഹെൽത്തി ഒരു പ്ലാന്റാണ്, കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ചെടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ഒരു ഹെൽത്തി അല്ല ഈ പ്ലാന്റ്. നമുക്കിതിൽ നിന്ന് വേറൊരു ചെടി നോക്കിയെടുക്കാം. ഈ ചെടി കൂടെ കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സൺബേണൊക്കെ വന്നിരിക്കുന്നുണ്ട്. എല്ലാ ചെടിയും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കിതിവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. ഇതിൻ്റെ പേരെന്താ? കലാത്തിയയുടെ വെറൈറ്റി അല്ലേ? നിറയെ ചെടി ഇരിക്കാനുള്ള ഇത്. ഇപ്പോൾ ഹെൽത്തി പ്ലാന്റ് എങ്ങനെ സെലക്ട് ചെയ്യും? ചേച്ചി ഒരു ഹെൽത്തി പ്ലാന്റ് എടുത്തു തരൂ. ഇതിന് എത്ര പോലും? ഇത് ബിഗോണിയാണ്. ബിഗോണിയ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇവർ ഹാങ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. സിങ്കോണിയത്തിൻ്റെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നോക്ക് എന്ത് ഭംഗിയത് കാണാൻ അല്ലേ? ഫേണാണിത്. അപ്പോൾ ഈ ഫേൺ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് ഈ ഫേൺ ഒരെണ്ണം വാങ്ങാം. അപ്പം നമ്മൾ അവിടെ നിന്ന് 3 ചെടി വാങ്ങി. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നഴ്സറിയിലും കൂടെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ അടുത്ത നഴ്സറിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്ന് കണ്ടിട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങണം എന്നാണ് താല്പര്യം. മുറ്റത്തൊന്നും നമുക്കിനി ചെടി വയ്ക്കാൻ സാരമല്ല. ഈ ജേഡ് പ്ലാന്റിനൊക്കെ എത്രയാ? ജേഡ് പ്ലാന്റ് തന്നേരെ. കുറച്ച് വലുതായിട്ടുണ്ടോ? ഈ റബ്ബർ പ്ലാന്റിന് എത്ര? ഇത് അതൊന്നും എടുക്കോ? ഓ ഇതിൽ കുറച്ച് ഇതാണ്. ഇതിന് വേറെ പീസ് ഉണ്ടോ? അല്ല ഇത് കുറച്ചിങ്ങനെ സൺബേൺ പോലെ എന്തോ ഉണ്ട് ഇതിൽ. ഇത് വേറെ ഇല്ല അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ 3 ചെടി വാങ്ങി. ഇനി നമുക്ക് ഈ ചെടിയൊക്കെ ആയിട്ട് തിരിച്ചു പോകാം. പോണ വഴിക്ക് 1-2 നഴ്സറിയും കൂടി ഉണ്ട്. അവിടെയും കൂടി നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വീടിൻ്റെ അകത്തേക്ക് കയറ്റി നിർത്തണ്ട, ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെ കുറേ ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ നേരത്തെ ഇവിടുന്ന് കുറേ ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പുതിയ ചെടികളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ ലീഫൊക്കെ ആയിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വാങ്ങണമെന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച ചെടികളൊന്നും നമുക്ക് ഇവിടെ നിന്നും കിട്ടിയില്ല. ലോണിമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതെന്തായാലും ഞാനിപ്പോൾ വാങ്ങുന്നില്ല, ഇതിന് നല്ല വിലയാണ്. നമുക്ക് വേറെ കടയിൽ പോയി നോക്കാം.
നമ്മൾ കുറച്ച് 2-3 കടയിൽ നമ്മളിപ്പോൾ കയറി നോക്കി. പക്ഷെ അവിടെ നിന്ന് ചെടി മേടിച്ചിട്ട് എനിക്ക് എന്തോ ഒരു തൃപ്തിയില്ലായ്മ. അപ്പോൾ നമ്മൾ എന്നും വരുന്നൊരു നഴ്സറി ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെയും കൂടെ നമുക്കൊന്ന് കയറി വെക്കാം, പുതിയ ചെടികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഈ അലോക്കേഷ്യ എത്രയേ പോലും, അലോക്കേഷ്യ എൻ്റെ കയ്യിൽ ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. ഇവിടുത്തെ ചേച്ചിയാണോ? എത്ര ഇതിന് വില ഉണ്ടായല്ലോ? അയ്യോ സോറി. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തൃപ്തിയില്ലാണ്ട് നിരാശയോടെ മടങ്ങേണ്ടി വരുമോ? അങ്ങനെ നമ്മുടെ വിഷ് ലിസ്റ്റ് പ്ലാന്റ് നമ്മൾ കണ്ടെത്തി. ഇതിനുണ്ടോ, ഇതിന് 300 രൂപയാണ് കേട്ടോ വില. കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഇത് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ കാണാറുള്ളതാണ്, പീലിയ പെപ്രോമിയ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആയത്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് വാങ്ങാം. അപ്പോൾ ഞാൻ 2 വൈറ്റ് പോട്ടും കൂടെ വാങ്ങി, നമ്മുടെ റബ്ബർ പ്ലാന്റ് ഒക്കെ വെക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ പ്ലാന്റ് ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോകാം. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.